ഹലോ ഗേയ്സ്, എല്ലാവർക്കും സ്നേഹത്തോടെ നല്ല നമസ്കാരം. നമുക്കൊരു മുരിങ്ങയ്ക്ക തീയൽ റെഡിയാക്കിയാലോ. ഞാൻ ആദ്യമേ തന്നെ ഇത് കുറച്ച് കൊപ്രയാണ്, തീയലിന് ഏറ്റവും ബെസ്റ്റ് കൊപ്രയാണ്. അപ്പോൾ കൊപ്ര എടുത്ത് ഞാൻ നന്നായിട്ട് അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ടാണ് ഞാൻ വറുത്തിരിക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതെടുത്ത് നന്നായിട്ട് അരച്ചൊന്ന് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 2-3 കറിവേപ്പില കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. നന്നുപോലെ ഒന്ന് ഇളക്കി ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഗേയ്സ്, നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിരിക്കാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് 2-3 വറ്റൽമുളകും ചെറുള്ളി 2-3 നമ്മൾ അരിഞ്ഞ് വെച്ച് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗേയ്സ്, നമ്മൾ നേരത്തെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങയൊക്കെ ഒത്തിരി വെന്ത് പോകാതെ കറക്റ്റ് വേവിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കടുക് വറുത്തതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയൊക്കെ നമ്മൾ ഇതിനകത്ത് കടുക് വറുത്തതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പുളി നന്നായിട്ട് റെഡിയാക്കി അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും മുളകും മല്ലിയെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിയുണ്ട്. ഇത് നമുക്ക് അതിനകത്തോട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഗ്രേവിയെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അത് കണ്ടോ, മുരിങ്ങയ്ക്ക നല്ല ഒത്തിരി വേകാതിരിക്കണം, എങ്കിലേ നമുക്കിത് ചവച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ലെവലിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു കുറച്ച് സമയത്തേക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ മുകളിൽ ഈ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ലെവലാകത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പുറത്ത് 2-3 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. തീയൽ റെഡിയായി ഗേയ്സ്. ഞാൻ വെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, കാരണം നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനുള്ള പരുവത്തിലാണ്, ആ ഒരു ലെവലിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബായ്. അടുത്ത ഒരെണ്ണമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ഗീത സാബു.